അലീന എത്ര പറഞ്ഞിട്ടും കേൾക്കാതെ എല്ലാവരും കൂടി അലീനയെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. അങ്ങനെ വന്നതിന് ശേഷം വൈജയ്ക്ക് ആകെപ്പാടെ കലിയാവുകയാണ്. ഗംഗേട്ടൻ്റെ ആ ഒരു ദേഷ്യം കൊണ്ട് മാത്രം വൈജ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടനും ശിവേട്ടനും രാജീവേട്ടനും പോയതിനു ശേഷം വൈജ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചതുപോലെ അവളുടെ മുറിയിലിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നുണ്ട്. ഹാളിലിരുന്നുകൊണ്ട് രോഹിയും ബബിയും കൃഷ്ണയും അതെല്ലാം കേൾക്കാണ്. അലീനയാണെങ്കിലോ മുറിയിലിരുന്ന് കരയുന്നുണ്ട്. ഒന്നും മറുപടി പറയാനില്ലാതെ ബാലേന്ദ്രനും മുറിക്കാത്തന്നെ ഇരിക്കാൻ കേട്ടോ. വൈജ അവിടെ കിടന്ന് ഭ്രാന്ത് പിടിച്ച പോലെ ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണല്ലോ. ബബി പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് 3 പേർക്കും കൂടി പോയി അമ്മയോട് സംസാരിക്കാം. അമ്മയോട് നമ്മൾ എന്ത് സംസാരിക്കാനാ? എന്ത് സംസാരിച്ചാലും അമ്മയൊന്നും കേൾക്കാൻ പോകുന്നില്ല. ഒന്നുകൂടി അമ്മ നമ്മളെ വന്ന് വഴക്കുണ്ടാക്കുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു പ്രയോജനവും ഇല്ല എന്ന് പറയുന്നുണ്ട്. രോഹി പറയാണ്, എങ്കിലും നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഇതിപ്പോ അലീന ചേച്ചിയായിട്ട് വന്നല്ലോ, ചേച്ചി പോകാൻ തയ്യാറായിരുന്നല്ലോ. അമ്മയുടെ ആങ്ങളമാർ തന്നെയല്ലേ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ട് വിട്ടത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിയുടെ ഭാഗത്തു നിന്നും കൂടി അമ്മയൊന്ന് ചിന്തിച്ച് നോക്കണ്ടേ എന്നൊക്കെ പറയാണ്. അവർ മുറിയിലേക്ക് നോക്കുമ്പോൾ അലീന ഭയങ്കര കരച്ചിലായിരിക്കും. അതുകൊണ്ട് തന്നെ 3 പേരും കൂടി അമ്മയുടെ ഡോറിന് പോയി മുട്ടുന്നുണ്ട്. ഡോറ് വലിച്ചു തുറക്കാണ് വൈജ. ആ കാഴ്ച കണ്ടവരെല്ലാം ഞെട്ടിപ്പോകുന്നുണ്ട്. റൂമിനകത്ത് ഉള്ള സാധനങ്ങൾ മുഴുവനും വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. മേക്കപ്പ് സാധനങ്ങളും എല്ലാം വലിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നു. കട്ടിലെ വിരികളെല്ലാം തറയിൽ കിടക്കാണ്. അവിടെ ഉണ്ടായിരുന്ന എമർജൻസി ലാമ്പ് സഹിതം എല്ലാം തല്ലിപ്പൊട്ടിച്ച് തറയിലിട്ടിരിക്കുകയാണ്. കഥക് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ വല്ല ഭ്രാന്തം പിടിച്ചോ? അമ്മ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിരിക്കുന്നത്? എന്തൊക്കെ സാധനങ്ങളാണ് വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നത്? അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് എന്ന് ചോദിക്കാണ്. എന്താ പറ്റിയെന്ന് നിനക്കൊന്നും അറിയില്ലേടി? അവള് പോയ പോലെ തന്നെ തിരികെ വന്നത് കണ്ടില്ലേ? അത് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ല അല്ലേ? ഞാൻ കാണിക്കുന്നതാണോ നിങ്ങൾക്ക് പ്രശ്നം? അമ്മയുടെ ആങ്ങളമാർ തന്നെയല്ലേ അവരെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് പോയത്? ഗംഗയുടെ അമ്മാവൻ വന്നപ്പോൾ അമ്മയ്ക്കത് പറഞ്ഞിടായിരുന്നോ? എന്നിട്ട് അമ്മ മിണ്ടാ നിന്നിട്ട് ഇപ്പോൾ എന്തിനാ ഈ ബഹളം കാണിക്കുന്നത്? വേണമെങ്കിൽ അപ്പ പറയണമായിരുന്നു. ഞാൻ എന്താടി പറയേണ്ടത്? പറ, ഞാൻ എന്താ പറയേണ്ടത്? എല്ലാവരോടും പറഞ്ഞ് ഞാൻ മടുത്തു. അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചതല്ലേ, വീണ്ടും പോയി അവളെ കൊണ്ടുവരണ്ട എന്താവശ്യമായിരുന്നു ഉള്ളത് എന്ന് ചോദിക്കാണ്. അതിപ്പോ ചേച്ചി അല്ലല്ലോ വരണമെന്ന് പറഞ്ഞത്, അമ്മയുടെ ആങ്ങളമാരല്ലേ പോയി കൊണ്ടുവന്നത്. അവരോട് ചോദിച്ചൂടെ? അവര് പോയതിനു ശേഷം ഇവിടെ കിടന്ന് ഈ അക്രമം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് പറയാണ്. അതേടി, എനിക്ക് മനസ്സിലായി. ഇത് നിന്റെയൊക്കെ അച്ഛൻ്റെ വീടാണല്ലോ, പിന്നെ അവക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കൊക്കെ ഇത്ര പൊള്ളുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ഉണ്ടല്ലോ എന്ന് പറയാണ്. അമ്മേ, സ്വത്തും പണവും മുതലൊന്നും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ അമ്മ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നേ? അലീന ചേച്ചി അച്ഛൻ്റെ മകളല്ലേ, എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അവകാശം ചേച്ചിക്ക് ഇല്ലാതിരിക്കുവോ? പിന്നെ അച്ഛൻ്റെ മകള് ഏത് വകയിലാടി അങ്ങേർക്ക് അങ്ങനെ ഒരു മകളുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അങ്ങേറെ മകള് തന്നെയാണെന്ന്? അത് ഏതോ അവിഹിതത്തിൽ ജനിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും എനിക്ക് സ്വീകാര്യമല്ല. ഇതേ എന്നെ പറഞ്ഞയച്ചേച്ച് അയാൾക്കും അവൾ കൂടെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയാ. അപ്പൊ രോഹി പറയാണ്, അമ്മേ അങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാനും ആദ്യം അങ്ങനെയൊക്കെയാ കരുതിയിരുന്നത്, പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ കരുതുന്നെല്ലാം തെറ്റാ. ചേച്ചി അങ്ങനെ ഒരാളെയല്ല. ചേച്ചി പാഹവാ, ചേച്ചിയുടെ മനസ്സ് ശുദ്ധ നന്മയുള്ള മനസ്സാ ചേച്ചിയുടേത്. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും ചേച്ചി ഇപ്പോൾ സ്നേഹിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ലല്ലോ, അമ്മയുടെ അമ്മയും അമ്മയുടെ സഹോദരന്മാരും എല്ലാവരും ചേച്ചി സ്നേഹിക്കുന്നുണ്ടെങ്കിലേ അത് ചേച്ചിയുടെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ. അനാഥാലയത്തിൽ കഴിഞ്ഞ 23 വർഷം കൊണ്ട് ചേച്ചി ജീവിക്കാം. അന്നൊന്നും ചേച്ചി അറിഞ്ഞില്ലല്ലോ അച്ഛൻ അവരുടെ അച്ഛനാണെന്ന്. പാപം, ഇത്രയും വർഷം ഞങ്ങളെല്ലാം അനുഭവിച്ചതുപോലെ സുഖമായ ജീവിതം ചേച്ചി അനുഭവിക്കേണ്ടതല്ലായിരുന്നോ? എന്നിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റിയോ? ചേച്ചി ഇത്രയും കാലം അനാഥാലയത്തിൽ ജീവിച്ചില്ലേ? എത്ര പേർ മുമ്പിൽ കഴിഞ്ഞിട്ട് കാണും, എന്തൊക്കെ ദുരിതം അനുഭവിച്ചു കാണും. എന്നിട്ട് ഇനിയെങ്കിലും ആ ചേച്ചിക്കൊരു നല്ല ജീവിതം കൊടുത്തുവിടാമേ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ലടാ, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അത് അയാളുടെ മകളൊന്നും അല്ല, എനിക്കത് ഉറപ്പാ. അതെ, അയാളുടെ അവിഹിതവാ, എനിക്കത് ഉറപ്പാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ അമ്മയൊരു DNA ടെസ്റ്റ് എടുത്ത് നോക്ക്. ഞങ്ങൾ 3 പിള്ളേരുണ്ടല്ലോ, അത് അച്ഛൻ്റെ ആണെന്ന് അമ്മയ്ക്ക് ഉറപ്പല്ലേ? നീ എന്താടാ പറഞ്ഞത് എന്നും ചോദിച്ചുകൊണ്ട് അവന് ഷർട്ടിനെ കുത്തിപ്പിടിപ്പിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനൊന്നും അല്ല. ഞങ്ങൾ 3 പേരും അച്ഛൻ്റെ മക്കളല്ലേ. അങ്ങനെയാകുമ്പോൾ ഞങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ DNA എടുത്ത് ചേച്ചിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു വാശിക്കും വൈരാഗ്യത്തിൻ്റെയും ഒരു കാര്യവും ഇല്ലല്ലോ. എന്താണ് സംഭവം
പിന്നെന്തിനാ നമ്മൾ ആ കാര്യത്തിനുവേണ്ടി അടികൂടുന്നത് എന്ന് ചോദിക്കാണ്. DNA ടെസ്റ്റ് എടുക്കോ എന്താച്ചാ ചെയ്തോ, പക്ഷെ അവളെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ഇനി അത് അയാളുടെ മകളാണെങ്കിൽ പോലും ഞാനത് അംഗീകരിക്കില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പേ എന്നെ ചതിച്ചതല്ല അയാള്. അങ്ങനെയാണെങ്കിൽ എന്നെ ഇത്രയും കാലം അയാൾ ചതിക്കല്ലായിരുന്നോ? കഴിഞ്ഞ 23 വർഷക്കാലം ഇതെല്ലാം മറച്ചു വെച്ച് അയാളിനെ ചതിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം കൃഷ്ണ പറയാണ്, അമ്മേ, ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും അത്ര നല്ലതൊന്നും അല്ലല്ലോ. നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറഞ്ഞത്? നിനക്കല്ലേലും എപ്പോഴും ഉള്ളതാ. അച്ഛനെന്തെങ്കിലും പറഞ്ഞ പൊന്നുമോക്ക് നോവുന്നത്. പിന്നല്ലാതെ അതെന്റെ അച്ഛനാ. എന്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റുകാരല്ലെന്ന് എനിക്കറിയാം. തെറ്റുകാർ ആരാണെന്നൊക്കെ എനിക്കറിയാം. നീ എന്താടി കൊള്ളിച്ച് പറഞ്ഞത്? പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ചൊവ്വേ മുഖത്ത് നോക്കി പറയണമെന്ന്, അല്ലാതെ ഇങ്ങനെ പേർത്തേക്കരുത്, ഞാൻ ശരിയാക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അമ്മേ, ദയവ് ചെയ്ത് അമ്മയുടെ അക്രമം നിർത്ത്. അമ്മയ്ക്ക് അല്ല ചേച്ചിയെ പറഞ്ഞു വിടണമെങ്കിൽ അമ്മയുടെ ആങ്ങളമാരല്ലേ കൊണ്ടാക്കിയത്, അവരോട് പറഞ്ഞ് ചേച്ചി തിരികെ കൊണ്ടാക്ക്. അല്ലാതെ ഇവിടെ കിടന്നിങ്ങനെ സീൻ ഉണ്ടാക്കാൻ നിൽക്കരുത്. ഞങ്ങളുടെയും കൂടെ മനസ്സമാധാനം കളയരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കണം. ഞങ്ങൾ 3 പേരും പഠിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. അമ്മയുടെ ഈ കിടന്ന് കാണിക്കുന്ന കൂത്ത് കാരണം. ഇത് കാരണം ഞങ്ങൾക്ക് സമാധാനമില്ല. എന്തിനാ ബാക്കി എല്ലാവരുടെ സമാധാനം ഇങ്ങനെ കളയുന്നത് എന്ന് ചോദിക്കാണേ. അങ്ങനെ ചോദിച്ചുകൊണ്ട് കൃഷ്ണയും ബബിയും രോഹിയും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും വൈജ ദേഷ്യപ്പെട്ട് കട്ടിലിൽ ആഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഞാനിപ്പോൾ ഒരു ഭാരമായി. പറഞ്ഞത് കേട്ടില്ലേ, എന്റെ പേക്കൂത്ത് കാരണം അവർക്ക് സമാധാനമില്ല പോലും. അവൾ വന്നു കയറിയതിൽ എന്റെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അങ്ങനെ അവളോടെ വാണു പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുന്നുണ്ട് വൈജ. അതിനുശേഷം ആലിയുടെ മുറിയിലേക്ക് 3 പേരും കൂടി ചെല്ലുന്നുണ്ട്. ആലിന അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോഴേക്കും കൃഷ്ണയും ബബിതയും ഇടവും വലയും പോയി ഇരിക്കുകയാണ്. രോഹി മുമ്പിൽ നിൽക്കുന്നുണ്ട്. ചേച്ചി എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പം, ഞാനായിട്ട് വന്നതല്ലല്ലോ, എന്നെ കൊണ്ടുവന്നതല്ലേ. ഞാൻ ആവുന്ന പറഞ്ഞതാ വരില്ല എന്ന്, പക്ഷെ അവര് കേൾക്കുന്നില്ല. അവർ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നതാ. ഞാൻ പിന്നെ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഇവിടുന്ന് ഒഴിഞ്ഞു പോയതല്ലേ നിങ്ങളുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ട്. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ രോഹി പറയാണ്, ചേച്ചി അതൊന്നും കാര്യമാക്കണ്ട. അമ്മയുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാ, എന്നും ഒരു മോശമായിട്ട് സ്വഭാവമാ. അച്ഛനോടും ഞങ്ങളോടും എല്ലാവരോടും ഇതേ ദേഷ്യമാണ്. അതുകൊണ്ട് ചേച്ചി ഒന്നും വലിയ കാര്യമായിട്ട് നിൽക്കണ്ട. അത് ശരിയായിരിക്കാം, പക്ഷെ ഒരേ വീട്ടിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ മുഖത്തോടെ മുഖം നോക്കിയാൽ ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ എന്താ ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, ഞാൻ അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ അച്ഛൻ്റെ അവിഹിത എന്നൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. അച്ഛൻ്റെ മകളുടെ പ്രായമല്ലേ എനിക്ക്, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും എന്ന് പറയുമ്പോൾ രോഹി പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ചേച്ചി. എന്തായാലും നമ്മുടെ DNA സാമ്പിൾസ് കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാ. ഇനി ഒരിക്കലും അമ്മ ചേച്ചിയെക്കുറിച്ച് മോശം പറയരുത്. അച്ഛൻ്റെ അവിഹിതത്തിലുള്ള സന്തതി ചേച്ചിയെങ്കിൽ അച്ഛൻ്റെ മകളല്ലേ, അച്ഛൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ ചേച്ചിയെക്കുറിച്ച് ആരും മോശവാക്ക് പറഞ്ഞത് എനിക്ക് സഹിക്കാനാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും DNA സാമ്പിളിന് അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് കിട്ടും. അത് കഴിയുമ്പം അമ്മയുടെ ആ ഒരു വാക്കങ്ങ് നിൽക്കുമല്ലോ എന്ന് പറയാണേ. അങ്ങനെ കൃഷ്ണയും ബബിതയും ഇടവും വലയുന്നുകൊണ്ട് അലിനെ ആശ്വസിപ്പിക്കാണ്. സാരമില്ല, അതൊക്കെ മാറിക്കോളും. അമ്മ പതിയെ വഴിക്ക് വരുമായിരിക്കാം. നമുക്ക് ശ്രമിക്കാം. അല്ലെങ്കിൽ പിന്നെ ചേച്ചി അതൊക്കെ അങ്ങ് വിട്ടുകളാം. അമ്മയുടെ സ്വഭാവം അങ്ങനെയാ പണ്ട് തൊട്ടേ. ചേച്ചിക്ക് അറിയാലോ. ഇപ്പം ഞങ്ങൾ 3 പേരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ, അതൊന്നും വലിയ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കാണ്. മോളെ, എൻ്റെ പേടി അതല്ല. ഇനിയും നിങ്ങളുടെ അമ്മ ഡിവോഴ്സിന് പോവോ അതോ ഇവിടുന്ന് ഇറങ്ങി പോവോന്നാ എൻ്റെ പേടി. എന്തായാലും അമ്മമാരൊക്കെ വന്ന് ഒന്ന് പേടിപ്പിച്ചിട്ട് പോയതല്ലേ, അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലം ഇപ്പം ഇറങ്ങില്ല. ചേച്ചിനെ ഇറക്കാനുള്ള മാക്സിമം പണി നോക്കും. അതുകൊണ്ട് നോയിക്കോ, ഭയങ്കര അടിമഹളമൊക്കെ ആയിരിക്കും. ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യണ്ട. അല്ല, അച്ഛൻ എന്ത് പറയുന്നു? അവിടെ വലിയ ബഹളമൊക്കെ കേട്ടല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പൊന്നു ചേച്ചി, അമ്മ ആ മുറി മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുക. ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം വലിച്ച് വാരി എറിഞ്ഞ് തറയിലെല്ലാം മേക്കപ്പ് സാധനമെല്ലാം കൊട്ടിക്കിടക്കുക. കട്ടിലെ വിരിയും സാധനവും എല്ലാം വലിച്ചെറിഞ്ഞു. അവിടെ കിടന്ന് ഭ്രാന്തി പിടിച്ചത് കാണിക്കുക. പാവം, എന്നെ ഓർത്തായിരിക്കും ഈ ഒരു അവസ്ഥയിലെത്തിയത്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അമ്മ നോർമൽ ആവുമായിരിക്കും എന്ന് പറയുമ്പം, എന്ത് പാവം, എന്ത് നോർമൽ ആവാൻ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. ബബി പറയുന്നുണ്ട്, എന്നാൽ ശരി, ഞാനേ മുകളിലോട്ട് പോവാം, പഠിക്കാനായിട്ട് പോവാം. പിന്നെ അച്ഛനടുത്തേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അച്ഛൻ ആകെപ്പാട് ഡെസ്പായിരിക്കും. അല്ല ചേച്ചി പോയെന്ന് ആശ്വസിപ്പിക്കാൻ നോക്ക്, കരഞ്ഞുകൊണ്ട് ചെല്ലരുത്. ചേച്ചി പറഞ്ഞാലേ അച്ഛൻ കേൾക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് ബബി പോകുന്നുണ്ടേ.
കൃഷ്ണ പറയാണ്, ചേച്ചി എവിടാ പാവെന്ന് പറഞ്ഞത് അമ്മയാണോ ഈ കണ്ട തെറ്റെല്ലാം ചെയ്തത്? എന്നിട്ട് ഒന്നും അറിയാത്ത പതിവ്രത ചമ്മന്നിരിക്കുകയല്ലേ? അച്ഛനെ കുറ്റപ്പെടുത്താനുള്ള എന്ത് യോഗ്യത അമ്മയ്ക്കുള്ളത്? സാധാരണ അച്ഛനെ എല്ലാം അതുപോലെ സ്നേഹിച്ച് ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീയാണിത് പറയുന്നെങ്കിലേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം. എല്ലാ പരിപാടിയും കാണിച്ചു വെച്ചിട്ട് ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനെ മേലെ ബ്ലെയിം ചെയ്തുകൊണ്ട് അച്ഛനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് താൻ ഭയങ്കര പരിശുദ്ധിയാണെന്ന് കാണിക്കുന്ന അമ്മയോട് എങ്ങനെ ക്ഷമിക്കാനാകും? അമ്മ എങ്ങനെ പാവമാവും എന്നും ചോദിച്ചുകൊണ്ട് കൃഷ്ണ പറയുമ്പോൾ, പതിയെ പറ മോളെ, ആരും കേൾക്കല്ലേ, ആരോടും മോള് മിണ്ടാൻ നിൽക്കണ്ട, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, ഒരു സമാധാനമില്ല. ഞാനിവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയതല്ലേ, വീണ്ടും തിരികെ കൊണ്ടുവന്നിട്ട് എന്തിനാണോ എനിക്ക് അറിഞ്ഞൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവിടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം അലീന കണ്ണുനീരൊക്കെ തുടച്ചിട്ട് ബാലന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലനാണെങ്കിലോ വിഷമിച്ച് ലാപ്ടോപ്പിന് മുമ്പിൽ കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീന ചോദിക്കുകയാണ്, അച്ഛാ ദേ ചായ. അച്ഛൻ എന്ത് പറ്റി മൂഡ് ഓഫ് ആയിരിക്കുന്നത്? ഓഹോ, അഭിനയിച്ചുകൊണ്ട് കയറി വന്നായിരിക്കും അല്ലേ? ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛാ, ഇത് ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ, എപ്പോഴുള്ള കാര്യമല്ലേ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ആവെന്ന് പറഞ്ഞതാ. അമ്മാമാര് സമ്മതിച്ചില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്ന പോലെയാ അവർ കൊണ്ടുവന്നത്. എന്നിട്ട് അമ്മേനെ അവരെ കുറേ ചീത്ത പറയുകയും ചെയ്തു. മുറി അടച്ചിട്ട് 3 പേരും കൂടി എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അത് കഴിഞ്ഞപ്പോഴാ അമ്മയെ അടങ്ങിയത്. അവര് വേറൊന്നും ആയിരിക്കില്ല പറഞ്ഞത്, പൊന്നുപെങ്ങളുടെ പഴയകാല ചരിത്രങ്ങൾ മൊത്തം പുറത്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴായിരിക്കും അവൾ അടങ്ങി നിന്നത് എന്ന് പറയുന്നുണ്ട്. ആവോ, എനിക്കറിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും അമ്മ ഇപ്പൊ ഭയങ്കര കലിപ്പില. എല്ലാം വലിച്ചെറിഞ്ഞ് റൂമൊക്കെ ആകെപ്പാടും നാശാക്കി ഇട്ടിരിക്കുക. അച്ഛൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, അതൊക്കെ പതിയെ മാറിക്കോളും. എന്തിവിടെ സംഭവിച്ചാലും അച്ഛനൊന്നും അന്വേഷിക്കണ്ട. അച്ഛൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ, നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യും. എൻ്റെ എല്ലാം നശിച്ചു മോളെ. ഈ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടിയേ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടൊരു ജോലിക്കാരനായിരുന്ന ബാലേന്ദ്രൻ ഇപ്പോൾ ഒരു മുതലാളി അതിൻ്റെ പിന്നിലെ എൻ്റെ കഠിനാധ്വാനം എൻ്റെ വേർപ്പുമാണ് കാരണം, അല്ലാതെ ഇവളൊന്നും ഒന്നുമല്ല. എന്നിട്ട് പോലും എനിക്കൊരു സമാധാനം തരില്ല. ആ മേളത്തെ പടിയിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വന്ന് പൂജ്യത്തിലെത്തിയ അവസ്ഥയാ എൻ്റെ അവസ്ഥ ഇപ്പോൾ. അതുപോലെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, വേറൊരു കാര്യം കൂടി. അമ്മ എന്നെ അച്ഛനും ചേർത്ത് മോശം പറഞ്ഞപ്പോൾ അത് രോഹിക്ക് സഹിക്കാനായില്ല. അവൻ എൻ്റെ രോഹിയെയും കൂടെ DNA കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ചെയ്യട്ടെടോ. എന്താണേലും അത് നല്ല കാര്യമല്ലേ? നീ അവൻ്റെ പെങ്ങളാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയാലോ. ബാക്കി 2 പേർക്കും അത് വിശ്വാസമാകും. പിന്നെ നിന്റെ അവളുണ്ടല്ലോ, ആ വൈജ എന്ന് പറഞ്ഞ അമ്മ, അവളും മനസ്സിലാക്കുമല്ലോ നിന്റെ സഹോദരനാണ് രോഹി എന്ന്. അതോടുകൂടി അവളുടെ കുറച്ച് അഹങ്കാരം മാറുമല്ലോ. അവനും അതാ പറയണേ, ഇനി ഒരിക്കലും നമ്മളെപ്പറ്റി മോശം പറയാൻ പാടില്ല. അതിനുവേണ്ടിയാ അവനങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അവനിപ്പോ അങ്ങനൊരു മനസ്സുണ്ടായല്ലോ, നിന്നെ അംഗീകരിക്കാനുള്ള മനസ്സ് അവൻ കാണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ബാലനും അലീന സംസാരിച്ചതിന് ശേഷം അലീന അവിടുന്ന് മുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വൈജ അവളുടെ മുറിയിൽ വാതിക്ക് ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ഇവളെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇവള് ബാലന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് അവള് കണ്ടിരുന്നു. അപ്പൊ സംസാരിച്ചിട്ട് ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ട് അവളെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അലീന ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് പോയി ഡോറ് ക്ലോസ് ചെയ്യുന്നുണ്ടേ. വൈജയും ഡോറ് വലിച്ചടച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. എങ്ങനെയെങ്കിലും ഇവളെ ഇല്ലാതാക്കണം, അവളെ നശിപ്പിക്കണം. അവള് ജീവനുള്ളിടത്തോളം കാലം ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുന്ന കരുതിയത്, പക്ഷെ ഒരിക്കലും അതങ്ങനെയല്ല. ഇവളിവിടുന്ന് പോയാലും എനിക്ക് ഒരു കാലത്തെ ഉള്ള സമാധാനം തരില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ നല്ല കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ രോഹിയാണെങ്കിൽ DNA സാമ്പിൾസ് ഒക്കെ എടുത്തുകൊണ്ട് നേരെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവാണ്. ചേട്ടനെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. വീട്ടിൽ ഇതുപോലെ ബഹളമാണെന്നും അമ്മയെ വിശ്വസിപ്പിക്കണമെന്നും അതുകൊണ്ട് ഇത് മാച്ചാണെന്ന് നോക്കണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തുവിടാണ് കേട്ടോ. അപ്പം അയാൾ ഒരു 2-3 ദിവസം സാവകാശം ചോദിക്കുകയാണ്. അതും സമ്മതിച്ചിട്ട് രോഹി തിരികെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം രോഹിയാണെങ്കിൽ അലീനടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇതിങ്ങനെ കൊടുത്തു എന്നുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. അതിനുശേഷം രോഹിയലയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോണതും വൈജ കാണുന്നുണ്ട്.
വൈജ ആകപ്പാടെ കലിപൂണ്ട് നിൽക്കാണ്. തൻ്റെ മകനെയും തൻ്റെ ഭർത്താവിനെയും തൻ്റെ സഹോദരങ്ങളെയും എല്ലാവരും അവൾ അവളുടെ വശത്തേക്ക് അടുപ്പിച്ചു. ഇനി ഒരിക്കലും അവൾ ജീവനോടിരിക്കാൻ പാടില്ല. ഞാൻ ജയിലിൽ പോയാലും സാരമില്ല, അവൾ ഈ ഭൂമി ലോകത്തുണ്ടാകാൻ പാടില്ല. അവളെപ്പോലൊരു വിഷവിത്ത് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അലീന അടുക്കളയിൽ പോയതിനു ശേഷം എല്ലാവർക്കും ചായ വെക്കാതിരിക്കും. ബാക്കി എല്ലാവർക്കുള്ള ചായ അവൾ ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. രോഹി ഈ സമയം മുകളിലത്തെ നിലയിലായിരിക്കും. അവനുള്ള ചായയുമായിട്ട് അലീന മുകളിലേക്ക് പോണത് വൈജ കാണുന്നുണ്ട്. ഇതേ സമയം അലീനയുടെ ചായ മാത്രം മിച്ചമുള്ള ചായ അവിടെ വെച്ചിരിക്കുകയായിരിക്കും. ബാലേന്ദ്രനും കൃഷ്ണയും ബബിയും എല്ലാവരും ഹാളിലിരുന്ന് ചായ കുടിക്കുകയാണ്. ഇവരൊന്നും കാണാതെ പതിയെ അടുക്കളയ്ക്ക് പോയതിനു ശേഷം ആ ഒരു ചായക്കകത്ത് അവൾ കലക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സാധനം കലക്കി ഒഴിക്കുകയാണ് അതിനകത്ത്. ഇതൊന്നും അലിനായും ബാക്കി ആരും കാണുന്നില്ല. എന്നിട്ട് ആ കുപ്പി കൊണ്ടേ കളഞ്ഞതിന് ശേഷം ആരും അറിയാത്തതുപോലെ മുറിയിൽ കയറി വീണ്ടും കഥ അടയ്ക്കാണ് വൈജ. അങ്ങനെ തിരികെ വന്നതിന് ശേഷം ചായ എടുത്തുകൊണ്ട് ഇവരുടെ ഒപ്പം വന്നിരുന്ന് ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ബബിയോട് ചോദിക്കാണ്, അമ്മയ്ക്ക് ചായ കൊടുത്തില്ലേ? ആദ്യമേ കൊടുത്തു ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാരും കൂടി ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയം ബാലൻ ചോദിക്കുന്നുണ്ട്, അല്ല DNA റിപ്പോർട്ട് എടുക്കാനായിട്ട് അവൻ പോയിട്ട് എന്തായി? സാമ്പിൾസ് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് വന്നച്ചാ 2-3 ദിവസം കഴിഞ്ഞാൽ അത് കിട്ടുമെന്നാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ആ, അപ്പോഴെങ്കിലും അവളൊന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു. എപ്പോഴും എന്നെക്കുറിച്ച് കുറ്റം പറിച്ചിലാണല്ലോ അവളുടെ പണി. അങ്ങനെ കിട്ടിയാലും അതിൽ കാര്യമൊന്നും ഇല്ലല്ലോ. അച്ഛനമ്മയെ ചതിച്ചെന്നും പറഞ്ഞിട്ടല്ലേ അമ്മ നടക്കണത് എന്ന് ചോദിക്കുമ്പം അതിലൊന്നും ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബാലനൻ പറയണേ. ചായ കുടിച്ച് തീർന്ന പാടെ അലിനെ പെട്ടെന്ന് ഛർദ്ദിക്കുന്നുണ്ട്. ബ്ലഡ് വൊമിറ്റ് ചെയ്യാണ്. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട്. വൈജ അവളുടെ കഥക് തുറന്ന് ചെറിയൊരു പാളിയിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണയും ബബിയും എല്ലാം കൂടെ കൂടിയിട്ട് വൈജ അലീനനെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ബാലേന്ദ്രനും മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അവളിപ്പോൾ കൂടുതൽ ബ്ലഡ് ഛർദ്ദിക്കുമ്പോൾ ബാലേന്ദ്രൻ അപ്പോൾ തന്നെ ആംബുലൻസ് വിളിക്കുകയാണ്. ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് രോഹി മോളിൽ നിന്ന് ഓടി വരുന്നുണ്ട്. എന്താ പറ്റിയേ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണയും ബബിയൊക്കെ കരയാണ്. ആംബുലൻസ് വന്ന പാടെ ഇവളെ വണ്ടിയിൽ ആംബുലൻസിൽ കയറ്റി എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. കൃഷ്ണയും ബബി രോഹിയും ബാലേന്ദ്രനും പോകുന്നുണ്ട്. ഇവരെല്ലാം പോയതിനു ശേഷം വൈജ കഥ തുറക്കുകയാണ്. വൈജയുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു ചിരി പടരുകയാണ് കേട്ടോ. ഒരു രാക്ഷസ ചിരി എന്നൊക്കെ പറയാം. എന്നെ ഇത്രയും കാലം നശിപ്പിച്ചവളല്ലേ അവള്. എൻ്റെ ജീവിതം നശിപ്പിച്ചവളാ, എന്നെ കണ്ണിന് കുടിപ്പിച്ചവളാ. അവളിനി ഒരിക്കലും ഇനി ജീവിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ വല്ലാത്തൊരു മുഖഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അലിനെ കുടിച്ച ആ ചായ ഗ്ലാസ് കൊണ്ടുപോയി അവൾ നല്ലവണ്ണം കഴുകുന്നുണ്ട്. അതിനുശേഷം ബാബി അവിടെ കുടിച്ചിട്ട് ബാക്കി വെച്ചിരുന്ന ചായ എടുത്ത് ആ ഗ്ലാസ്സിൽ ഒഴിച്ചു വെക്കാണ്. ആരെങ്കിലും വന്ന് കണ്ടാൽ പോലും ആ ചായ ഗ്ലാസ്സിൽ ഉള്ളത് മറ്റതാണെന്ന് കരുതാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതിനുശേഷം അലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ICUവിലേക്ക് മാറ്റുമ്പോഴേക്കും അലീനയ്ക്ക് ബോധമൊന്നുമില്ല കേട്ടോ. ICUവിലേക്ക് മാറ്റിയതിനു ശേഷം ബാക്കി എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയം ബാലൻ മനുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അയ്യോ അങ്കളെ, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ എന്താ സംഭവിച്ചത്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അറിയില്ല എന്താ പറ്റിയെന്ന്. അവളും ഞങ്ങളും ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ചായ കുടിച്ച് കഴിഞ്ഞില്ല, അതിനു മുന്നേ തന്നെ കുട്ടി ഛർദ്ദിച്ച് വീഴുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. മനു അപ്പോൾ എറണാകുളത്താണേ, ഞാൻ ഇപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങാണ് എന്ന് പറയുന്നുണ്ട്. മനു ആകപ്പാടെ വെപ്രാളം പിടിച്ച് അപ്പോൾ തന്നെ വണ്ടിയും എടുത്തുകൊണ്ട് എറണാകുളത്തുനിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ വിളിച്ചിട്ട് ഗംഗേട്ടനോടും രാജീവിനോടും ശിവനോടും കാര്യങ്ങൾ പറയാണ്. നിങ്ങളുടെ പെങ്ങളുടെ മകളല്ലേ, അപ്പോൾ നിങ്ങളെ അറിയിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ വിളിച്ചതാണ് എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അപ്ഡേഷൻ ഞങ്ങൾക്ക് അപ്പോൾ തന്നെ തരണമെന്ന് ഇവർ 3 പേരും പറയണേ. ഗംഗേട്ടൻ തിരിച്ചു പോയിട്ടുണ്ട്, രാജീവനും തിരിച്ചുപോയി, ശിവൻ മാത്രം ആരുടെ കേസിന് വേണ്ടി ഇപ്പോൾ നാട്ടിലുണ്ട് കേട്ടോ. ശിവൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് ശിവൻ പറയാണ്. അങ്ങനെ വൈജ വിളിച്ചിട്ട് കമലയോട് പറയാണ്, ഇതുപോലെ എന്താ പറ്റുമെന്ന് അറിയില്ല, അവള് ചായ കുടിച്ചിരുന്നപ്പോൾ ഛർദ്ദിക്കുന്നത് കണ്ടു, ബ്ലഡാ ഛർദ്ദിച്ചത് എന്ന് പറയാണ്.
ഹോ, അവക്കെന്തെങ്കിലും മാരക അസുഖം ഉണ്ടായാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര എന്ന് കമല പറയുമ്പോൾ വൈജ പറയാണ് എന്തായെന്നൊക്കെ ഇനി വൈകുന്നേരം അറിയാം. അവൾ ICUലെങ്ങാണ്ടാന്നൊക്കെ പറയുന്നത് കേട്ടു. അതാന്ന് തോന്നുന്നു ശിവേട്ടൻ ഇപ്പൊ ഇവിടുന്ന് കാറും എടുത്തുകൊണ്ട് പാഞ്ഞു പോകുന്നത് കണ്ടു എന്ന് കമല പറയുന്നുണ്ട്. ഇവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഈ അലീനോട് ഇവർക്കൊക്കെ ഇത്ര സ്നേഹം എന്താ എന്ന് വൈജി ചോദിക്കുമ്പോൾ കമല പറയാണ് അതൊന്നും അറിയില്ല. എന്റെ ഭർത്താവ് ഇത് കേട്ടുടനെ ഇവിടുന്ന് വാണം വിട്ടതുപോലെ പോകുന്നു കണ്ടു എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് പോയിട്ട് കമല പറയാണ് അറിഞ്ഞോ ആ അഹങ്കാരിയുടെ അവസ്ഥ വല്ലതും? ഇതുപോലെ ഛർദ്ദിച്ചിപ്പോൾ അഡ്മിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഈശ്വര, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തല്ലേ എന്ന് മുത്തശ്ശി പറയാണ്. നിങ്ങളുടെ കുഞ്ഞോ? ഏത് വകയിലാ അത് നിങ്ങളുടെ കുഞ്ഞാവുന്നത്? അതാ ബാലേന്ദ്രന് അവിഹിതത്തിലുണ്ടായ കൊച്ചല്ലേ, അതങ്ങനെ നിങ്ങളുടെ കൊച്ചാവും എന്ന് ചോദിക്കാണ്. ഒരു കുഞ്ഞിന് ഒരു അസുഖം ബുദ്ധിമുട്ട് വരുമ്പോ ഇങ്ങനെയൊക്കെയാണോ കമലെ പറയേണ്ടത്? ഒരാപത്തും വരുത്തല്ലെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കില്ല. എന്റെ കുടുംബം കുളന്നുകൊണ്ടിയതും വൈദ്യരുടെ കുടുംബം കുളന്നുകൊണ്ടിയതും അവൾ ഒറ്റ ഇരുത്തിയാ. നിങ്ങളുടെ മോളുടെ കുടുംബമല്ലേ അവൾ ഇല്ലാതാക്കിയത്? പിന്നെ എന്തിനാ നിങ്ങൾക്ക് അവളോട് ഇത്ര സെന്റിമെന്റ്സ് എന്ന് ചോദിക്കാണ്. അവളും ഒരു പെൺകുട്ടിയല്ലേ, ഒരു മനുഷ്യക്കുട്ടിയല്ലേ, നമുക്ക് എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഹരടി ഈ അവസ്ഥയ്ക്ക് കാരണം അവൾ ഒറ്റ ഇരുത്തിയാ. എൻ്റെ മനുവിനെയും അവൾ വശത്താക്കി വെച്ചിരിക്കുകയല്ലേ. അവനിപ്പോൾ അവളെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കല്ലേ. അവള് ചത്താ മതിയായിരുന്നു. ചേ വാസത്തെ, നിന്റെ വായടിക്കടി എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു അക്ഷരലിനെ പറ്റി മിണ്ടിയാലേ എൻ്റെ തനി സ്വരൂപം നീ കാണും എന്ന് പറയാൻ കേട്ടോ നമ്മുടെ ആ മുത്തശ്ശി. കമലയപ്പോ ആ മുറി നിറങ്ങി പോവാണ്. എന്നിട്ട് വൈജിയോട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്കിലും സ്വന്തം മോളുടെ ജീവൻ നശിപ്പിച്ച അവളോട് ഈ അമ്മയ്ക്കൊക്കെയാണ് എത്രയ്ക്ക് സ്നേഹം, എന്തൊരടുപ്പും അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശിവൻ ഈ സമയം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട്. ബാലനെ കണ്ട് എന്താ ബാല, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അറിയില്ല, ഡോക്ടർ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ ഈ സമയം പുറത്തേക്ക് വരികയാണ്. ഇവരെല്ലാവരും എഴുന്നേറ്റ് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബബിയും കൃഷ്ണയും രോഹിയും അതുപോലെ ശിവനും പിന്നെ ബാലേന്ദ്രനും. എന്താ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കാണ്. വിഷം മുള്ളിൽ ചെന്നിട്ടുണ്ട്. അത്യാവശ്യം കാഠിന്യം കൂടിയ വിഷം തന്നെയാണ്. ശരീരത്തെ ആകെപ്പാടെ പറന്ന് പിടിച്ചിരിക്കാം. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയില്ല ഈശ്വരന്റെ കയ്യിൽ എന്ന് പറയുമ്പം അതെങ്ങനെ സംഭവിക്കാനാ? ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ വിവരം ഞങ്ങൾക്ക് പോലീസ് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇമാതിരി കേസ് കിട്ടാകുമ്പം പോലീസുകാർ തന്നെ വരണം എന്ന് പറയാണ്. അല്ല അലീന എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഡോക്ടർ പോകുമ്പം ബാലന് പറയാണ് അതെങ്ങനെ സംഭവിച്ചു ശിവേട്ടാ? അവൾ അത്രയും നേരം ഒരു കുഴപ്പമില്ല നടക്കായിരുന്നു. രോഹിത്തിനോട് ചായ കൊടുത്തിട്ട് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുത്തു തന്ന് അവളും ചായ കുടിക്കുമായിരുന്നു. ആ ചായ കുടിച്ച് തീരുന്നതിന് മുമ്പാ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട് ഇനി പോലീസുകാർ വന്നാൽ അതൊരു അന്വേഷണം ആവുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും ചോദിക്കുമ്പം അന്വേഷിക്കട്ടെ, ഇതിന് സത്യാവസ്ഥ എന്തായാലും അറിയണമല്ലോ എന്ന് പറയാണ്. ഈ സമയം ബാലേന്ദ്രൻ കണ്ണടച്ച് ഒന്ന് ആലോചിക്കുകയാണ് എന്താ സംഭവിച്ചെന്ന്. ഇവർ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ, അതായത് അലിന് രോഹിക്ക് ചായ കൊണ്ട് പോയപ്പോൾ വൈജ പതുങ്ങി അടുക്കളയിലേക്ക് പോണത് ബാലേന്ദ്രൻ കണ്ടിരുന്നു. അവൻ പുറംതിരിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഒരാളെങ്ങനെ പാസ് ചെയ്തപ്പോൾ മനസ്സിലാവുമല്ലോ. ആ ഒരു രീതിക്ക് അവനവളെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. വൈജയ്ക്ക് ഇതിൽ എന്തോ കൈയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാണ്. അങ്ങനെ ബാലേന്ദ്രൻ ഞാൻ വീട്ടിലേക്ക് പോയിട്ടാണെന്ന് പറയുമ്പോഴേക്കും രോഹിത്തും കൃഷ്ണയും വന്നിട്ട് പറയാണ് അച്ഛനിപ്പോൾ വീട്ടിലേക്ക് പോകണ്ട. എന്താ ഞാൻ വീട്ടിലേക്ക് പോയാൽ വേണ്ടെന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വരും. ഇപ്പം ഇവിടെ അച്ഛൻ്റെ മോള് ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, അപ്പോൾ ഇവിടെ ബൈസ്റ്റാൻഡറായിട്ട് അച്ഛൻ തന്നെ വേണം. ഏത് നിമിഷവും എന്തിനും ആവശ്യം വരില്ലേ, അതുകൊണ്ട് അച്ഛനിപ്പോൾ പോകണ്ട എന്ന് പറയാണ്. അങ്ങനെ ബാലേന്ദ്രനെ അവർ പിടിച്ചിരുത്തുന്നുണ്ട്. രോഹിയും ബബിയും കൃഷ്ണയും വന്നിട്ട് ശിവനോട് പറയാണ് അങ്ങളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയിൽ നല്ല സംശയമുണ്ട്. കാരണം ഇപ്പം അച്ഛനൊന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്കും അത് മനസ്സിലായത്. അമ്മയ്ക്ക് ഇന്നലെ ചേച്ചിയോട് ഭയങ്കര ബഹളമായിട്ട് മുറിയെല്ലാം വലിച്ചു വാരിടുകയും എല്ലാം എറിഞ്ഞു പൊട്ടിക്കുകയും ഭ്രാന്ത് പിടിച്ചെല്ലാം കാണിക്കുകയും ചെയ്യായിരുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെ സംശയം അമ്മ തന്നെയാണ് ഇതിന് പിന്നിലെന്നാ. അച്ഛനങ്ങോട്ട് എന്നാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നമായാൽ പിന്നെ അവിടെ എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
അല്ല ചേച്ചി അപായപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മയെങ്ങാനാണെന്ന് അറിഞ്ഞാലേ അച്ഛൻ അമ്മേനെ പിന്നെ ജീവനോട് വെച്ചേക്കില്ല. അതുകൊണ്ടാ ഞങ്ങളുടെ പിടിച്ചു നിർത്തിയത്. ശിവനങ്ങൾ ഇവിടുന്ന് പോകരുത്, അച്ഛൻ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ അങ്ങളിവിടെ വേണം എന്ന് പറയാൻ കേട്ടോ. പോലീസുകാരൊന്ന് അന്വേഷിച്ചാല് എല്ലാം കണ്ടുപിടിക്കില്ലേ എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. ശിവൻ പറയാണ്, ഞാനെങ്കിൽ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാം, എന്താ സംഭവിച്ചെന്ന് ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തായാലും അച്ഛനെ ഇവിടുന്ന് മുറുകെ പിടിച്ചേക്കണം, ഇവിടുന്ന് വിട്ടേക്കരുത് എന്ന് പറയുമ്പോൾ ശരിയാങ്ങളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശിവൻ നേരെ നെടുമ്പുരേക്കിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോൾ വൈജ വളരെ ഹാപ്പി ആയിട്ട് മുറിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ചോളം നടക്കാണ്. ശിവൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് വൈജ എന്ന് ഡോറ് മുട്ട് വിളിക്കുമ്പം വൈജ ഡോറ് തുറക്കുന്നുണ്ട്. കഥ അങ്ങോട്ട് തുറന്നിട്ട് വൈജയുടെ കവളത്ത് ആഞ്ഞടിക്കാണ്. വൈജ തല ചുറ്റി ആ കട്ടിലേക്ക് വീഴുന്നുണ്ട്. അവളുടെ കയ്യിൽ പിടിച്ച് പൊക്കിയെടുക്കാണ്. നീ എന്താണ് കരുതിയത്, ആരൊന്നും അറിയില്ലെന്ന് നീ കരുതിയോ എന്ന് ചോദിക്കുമ്പം എന്താ ശിവേട്ടാ എന്താ കാര്യമെന്ന് ചോദിക്കാണ്. നിനക്ക് ഒന്നും അറിയില്ല അല്ലേടി, അവളുടെ ചായല് അത് കലക്കിയത് ആരടിയും ചോദിക്കുമ്പം ഒന്നും മിണ്ടാ തലകൊണ്ടിച്ച് നിൽക്കാണ് വൈജ. പറടി, സത്യം പറടി, ആരടി ഞങ്ങൾ ചെയ്തത് എന്ന് ചോദിക്കുമ്പം അവൾ പറയാണ്, അതെ ഞാൻ തന്നെയാ ചെയ്തത്. എന്റെ ഭാവി കളഞ്ഞതും എന്റെ ജീവൻ നശിപ്പിച്ചതും എല്ലാം അവളാ. എന്റെ സമനില തെറ്റിന്റെ കാരണക്കാരി അവളാ. എന്നെ വണ്ടി ഇടിച്ച് ഇത്രയും കളഞ്ഞ ഹോസ്പിറ്റലിൽ കിടന്ന് ആ വേദന അനുഭവിച്ചതിന്റെ കാരണക്കാരി അവളാ. എല്ലാത്തിനും കാരണക്കാരി അവൾ ഒറ്റ ഇരുത്തിയ ആ അലീന. ആ നശിച്ചവള് തീരണം, അതിനുവേണ്ടി ഞാൻ തന്നെയാ ചെയ്തത്. ജയിലിൽ പോകാനും ഞാൻ തയ്യാറാ എന്ന് പറയുമ്പോൾ ആ ഒരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് ആദ്യം വന്നത്. ബാലന വരാനിരുന്നത്. അങ്ങനെ വന്നിരുന്നെങ്കിലേ നിന്നെ ഇപ്പൊ ഇവിടെ അവൻ ഇല്ലാതാക്കിയനെ. അത് പേടിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അയാള് വരട്ടെ, അയാൾ വന്നാ എന്നെന്താ കൊല്ലുവോ? കൊല്ലട്ടെ, ഇതിലും ഭേദം അത് തന്നെയാ എന്ന് പറയുമ്പം നിനക്ക് എത്ര പറഞ്ഞിട്ടും ഒരു മാറ്റമില്ലല്ലോ വൈജയെ. അത് ബാലന്റെ മകളല്ലേ, അതിന് നീ എന്തിനാണ് ബഹളം വെക്കുന്നത്? എനിക്ക് അവളെ കണ്ണിനെ കണ്ടുകൂടാ, അവളെ എൻ്റെ ജീവൻ നശിപ്പിച്ചത് എന്ന് പറയുമ്പം നിന്റെ പോയ കാര്യങ്ങളെല്ലാം നീ മറന്നുപോയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? കഴിഞ്ഞ കാലത്തില് നീയും അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നോ? നീയും പിഴച്ചു പറ്റവളല്ലേ? പിന്നെ പറഞ്ഞ എന്ത് യോഗ്യതയുള്ളത്? എൻ്റെ കൊച്ചൊന്നും ഉയർത്തെഴുന്നേറ്റ് വന്നില്ല ഇങ്ങോട്ട്. അയാളുടെ കൊച്ചല്ലേ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതം തകർക്കാനായിട്ട് എന്നൊക്കെ ചോദിക്കുമ്പം നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ പോലീസുകാർ വരും. എങ്ങോട്ടെന്ന് വെച്ചാൽ മുങ്ങിക്കോ, അല്ല നിന്നെ കൊണ്ടായിരിക്കും ഇവിടുന്ന് പോണത്. എന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ കാണും. എന്നെ കൊണ്ടുപോട്ടെ, ആ നാശം പിടിച്ചുള്ള ചാകുമെങ്കിലേ ജയിലിൽ പോയി കിടക്കാനും ഞാൻ തയ്യാറാ എന്നും പറഞ്ഞ് വൈജ ഒരേ വാശിക്ക് നിൽക്കാണ്. വൈജയോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ശിവൻ ഇറങ്ങിയിട്ട് ഗംഗേട്ടനെ രാജീവനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. ഗംഗേട്ടൻ പറയാണ്, ഈശ്വര ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്? ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇവള് മനസ്സിലാക്കിയിട്ടാണോ? രാജീവൻ പറയാണ്, അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ശിവൻ പറയുന്നുണ്ട്, കൂടി എന്തോ ആയിട്ടാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാനായിട്ടില്ല. ഇന്ന് രാത്രിയോട് കൂടി അറിയാന്നാ ഡോക്ടർ പറയുന്നത്. വലിയ പ്രതീക്ഷയൊന്നും വെക്കണമെന്ന രീതിയിലാണ് ഡോക്ടർ സംസാരിക്കുന്നേ. അത് കേൾക്കുമ്പം എൻ്റെ ചങ്ക് കത്തുവാ. ഗംഗേട്ടൻ പറയാണ്, ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? പോലീസിൽ അറിയിച്ചോ? ഡോക്ടേഴ്സ് പോലീസിനെ അപ്പോൾ തന്നെ അറിയിച്ചു. ഞാൻ ഇത്രയും നേരം അവിടെ ആയിരുന്നു. ഇപ്പം ഞാൻ വൈജനെ കാണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവളെല്ലാം സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. രാജീവും പറയാണ്, കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. സംഭവിച്ചാൽ പിന്നെ ഈ ഒരു കടം നമ്മൾ എവിടെ കൊണ്ട് വീട്ടും? അവളോട് ഇനി നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് പറയാണ്. ഗംഗേട്ടനും രാജീവനും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് കയറി വരണം, അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ട് അവർ കട്ടാക്കാണ്. ശിവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നതിന് ശേഷം ബാലൻ ചോദിക്കാണ്, ശിവേട്ടൻ ഈ സമയത്ത് എവിടെ പോയതാ? അത് പിന്നെ ഞാൻ കമല വിളിച്ചിട്ട് അത്യാവശ്യം അങ്ങോട്ടേക്ക് പോയതാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബബിയും കൃഷ്ണയും രോഹിയും വന്നിട്ട് ശിവനോട് ചോദിക്കാണ്, അങ്കിൾ അമ്മയെ കണ്ടോ? എന്ത് പറഞ്ഞു? ചെയ്തത് അവൾ തന്നെയാണ്, അവള് സമ്മതിച്ചു. അലീനെ കൊല്ലാൻ വേണ്ടി ചെയ്ത പണിയാ. എൻ്റെ ഈശ്വര എന്തൊക്കെയായി കേൾക്കുന്നേ? ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അങ്കിളെ എന്നും പറഞ്ഞ് കൃഷ്ണ കരയുമ്പം മോള് പേടിക്കണ്ട, അലീനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ 3 പേരും നന്നായി പ്രാർത്ഥിച്ചോ. പക്ഷേ ബാലിനെ ഇവിടെ നിന്നൊരു കാരണവശാലും വിടരുത്. ഞാനിവിടെ തന്നെ കാണും. പിന്നെ ഗംഗേട്ടനും രാജീവനും ഇപ്പോൾ തന്നെ അവിടെ നിന്ന് കയറും എന്ന് പറയാണ്. മനുവേട്ടൻ എത്താറായിട്ടുണ്ടെന്നാ പറഞ്ഞത്. അവനോട് വന്നിരുന്നെങ്കിൽ ഒരു സമാധാനമായനെ. ബാലിനെ നടക്കി നിർത്താൻ അവനെ കൊണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശിവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും അലീനയ്ക്ക് അങ്ങനെ ബോധം തെളിഞ്ഞിട്ടേ ഇല്ല കേട്ടോ.
അങ്ങോട്ടേക്ക് മനു കയറി വരുന്നുണ്ട്. ഓടി വന്നിട്ട് അങ്കിളെ അച്ഛ എന്താ അല്ലേക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പം ഇന്ന പോലെയാ സംഭവിച്ചതെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ആർക്കൊരു അറിവുമില്ല എന്ന് പറയുമ്പം കൃഷ്ണയും ബബിതയും രോഹിയും ഭയങ്കര കരച്ചിലായിരിക്കും. ശിവനപ്പോ മനുവിനെ മാറ്റി നിർത്തുന്നുണ്ട്. ഇന്നതൊക്കെയാ സംഭവിച്ചത്, വൈജിയാണ് ഇതിന്റെ കാരണമെന്നും അവിടെ പോയ കാര്യങ്ങളും എല്ലാം പറയുമ്പം പോലീസുകാർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പം പോലീസ് ഇപ്പൊ വരും, പക്ഷെ ഇപ്പൊ വന്നാലും അവക്ക് സംസാരിക്കാറാവുന്നവരെ ഒന്നും പറയാൻ സാധിക്കില്ലല്ലോ. പിന്നെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ എടുത്തോണ്ട് നോക്കിക്കൊണ്ടിരിക്കാം, അതും കഴിഞ്ഞാലേ പോലീസുകാർ വരുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ആൻറ്റിയെ അറസ്റ്റ് ചെയ്യില്ല അങ്കിളെ അച്ഛന്ന് ചോദിക്കുമ്പം അതാ എൻ്റെ ഒരു പേടി, ഇമാതിരി കോപ്പറേക്കൊള്ള കാണിച്ചു കൂട്ടുമെന്ന് ആരറിഞ്ഞു. നേരത്തെ അങ്ങ് സത്യം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഈ ബാലിൻ്റെ വാശി കാരണമല്ലേ നമ്മളെ പറയാതിരുന്നത്, ഇതിപ്പോൾ അവളുടെ ജീവന് തന്നെ ആപത്തായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സംസാരിക്കുകയാണ്. ഇവരുടെ സംസാരത്തിലും മാറുന്നുള്ള ഇതിലൊക്കെ ബാലിന് നല്ല സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് ബ്ലഡ് സാമ്പിൾസ് ഒക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച പ്രകാരം പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ അല്ലെന്ന് നോക്കുമ്പോൾ ബോധം വന്നിട്ടില്ലല്ലോ. ബാലിനോട് പറയാണ്, നിങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് അല്ലേ ആ കുട്ടിയെന്ന് ചോദിക്കുമ്പം അതെന്ന് പറയാണ്. അപ്പം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഏറ്റോളാം, ഞാൻ അവളുടെ ഗാർഡിയനാണ് എന്ന് പറയുന്നുണ്ട്. ആക്കുരുടെ ഉള്ളിലേക്ക് ചെന്നിരിക്കുന്നത് എത്ര കൂടിയായിട്ടാണെന്ന് നിങ്ങൾ കണ്ടോ എന്ന് ചോദിക്കുമ്പം ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി കൂടെ നോക്കിയിട്ട് ഡോക്ടർ എന്തെങ്കിലും പറയാനാ പറഞ്ഞിരിക്കുന്നത്, അതിനുശേഷം ഞങ്ങൾ അന്വേഷണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സാമ്പിൾസിന്റെ റിസൾട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. ശേഷം അങ്ങനെ രാത്രി വരെ എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ സന്തോഷത്തില് വൈജ അതിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അലീന രാത്രിയിൽ കണ്ണു തുറക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ബാലേന്ദ്രനോടും മനുവിനോടും ശിവനോടൊക്കെ കയറി കണ്ടോളാൻ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. ഡോക്ടർ പറയാണ്, അപകടനില ഏകദേശം 50% തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി നാളെ രാത്രി കൂടെ ആകുമ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടെന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പൊ കണ്ണു തുറന്നല്ലോ, അത് തന്നെ ഒരു പോസിറ്റീവാ എന്ന് ഡോക്ടർ പറയാണ്. അധികം നേരം സംസാരിപ്പിക്കണ്ട, പെട്ടെന്ന് തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ബാലൻ ചോദിക്കാണ്, എന്താ മോളെ സംഭവിച്ചേ, ഇതെങ്ങനാ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല അച്ഛാ, ഞാൻ ആ ചായ കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ബാലനോട് ശിവൻ പറയാണ്, ബാല നീ ഒത്തിരി സ്ട്രെസ് എടുക്കണ്ട, നീ പുറത്തേക്ക് പോയിക്കോ, ഞാൻ കുട്ടിയോട് ചോദിക്കാം എന്ന് പറയുമ്പം എന്താ ശിവേട്ടാ ഞാൻ പുറത്തേക്ക് പോണത്, എനിക്ക് ചോദിച്ചറിയണ്ടേ, നീ ചോദിച്ചല്ലോ, നീ പുറത്തേക്ക് നിൽക്കേ, ഞാനത് സംസാരിക്കട്ടെ എന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞ് ബാലൻ പുറത്തേക്ക് പോവാണ്. മനു ശിവനും കൂടി കൂടിയിട്ട് അലീനടുത്ത് സംസാരിക്കുന്നുണ്ട്. ശിവൻ പറയാണ്, അലീന നീ വൈജിയാ ഈ ഒരു കൊടുംചത് ചെയ്തത്. നീ രോഹിക്ക് ചായ കൊടുക്കാൻ പോയ സമയം നോക്കി അവൾ നിന്റെ ചായയിൽ അത് കലക്കായിരുന്നു നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അലിയ പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ അമ്മ പ്രസവിച്ച സ്വന്തം മകളല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അതിന് അവൾക്കറിയില്ലല്ലോ നീ അവളുടെ കുട്ടിയാണെന്ന്, അതുകൊണ്ട് ചെയ്തു പോയതാ. പോലീസുകാരെന്തായാലും ചോദിക്കാൻ വരും, അപ്പോൾ നീ സത്യം പറയുമോ എന്ന് ചോദിക്കുമ്പം എന്താ അവരൊന്ന് ചോദിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ, അല്ല എന്നിട്ടിപ്പോൾ എന്നെ പ്രസവിച്ച ആ സ്ത്രീ എന്ത് പറയുന്നു എന്നല്ല ചോദിക്കുമ്പം അവളെ പോയി ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടാ വന്നത്. അച്ഛനത് അറിഞ്ഞോ? ഇല്ല, ബാലിന് അറിഞ്ഞിട്ടില്ല. ബാലിനറിഞ്ഞ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ. അലീന പറയാണ്, അച്ഛൻ ഒരിക്കലും അത് അറിയണ്ട, അച്ഛനറിഞ്ഞാൽ ആകെപ്പാടെ വിഷയമാകും. മനുവേട്ടാ അച്ഛനൊന്ന് സൂക്ഷിക്കണം, ഇവിടുന്ന് എങ്ങും പോകാൻ അച്ഛൻ അനുവദിക്കരുത്, പോയാൽ ഉറപ്പായിട്ടും അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറയാണ്. അങ്ങനെ ബോധം വന്നറിഞ്ഞ് പോലീസുകാര് അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. ഇതെങ്ങനാ സംഭവിച്ചത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാനവിടെ എലിക്ക് വേണ്ടി മേടിച്ചു വെച്ചിരുന്നതാ, എലിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാ, പക്ഷെ അതിൽ നിന്നും എൻ്റെ കൈ അറിയാതെ അതിൽ നിന്നും ഒരടപ്പ് വീണു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസുകാർ പറയുന്നുണ്ട്, പറയുന്നൊന്നും അത്ര വിശ്വാസ്യതയല്ലല്ലോ, അല്ല ഞാനത് കളയണമെന്ന് കരുതിയിരുന്നതാ, പക്ഷെ മറന്നുപോയിട്ട് അറിയാതെടുത്ത് കുടിച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ കേസ് ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ. ഈ ഒരു സമയത്ത് ശിവൻ പറയാണ്, എന്തായാലും മോള് ചെയ്തത് വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അവളെ പോലീസ് അറസ്റ്റ് ചെയ്തേനെ.
അവൻ മനു പറയാണ്, ഇങ്ങനെയുള്ള ക്രിമിനൽ മൈൻഡ്സ് ഉള്ളവരെ അങ്ങനെ തന്നെ അച്ഛാ ചെയ്യേണ്ടത്. വൈജ മാഡം, വൈജ ആൻറ്റി ഇപ്പോൾ ഒരു ക്രിമിനലാ. അവരെ വെറുതെടാൻ പാടില്ലായിരുന്നു. അവരെ ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ, എടാ എന്തൊക്കെയാണേലും അലിയുടെ അമ്മയല്ലടാ അവള് പോയി ജയിലിൽ പോയി കിടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം അലിനെ പറയാണ്, അതേ മനുവേട്ടാ, എൻ്റെ സ്വന്തം അമ്മയല്ലേ. എന്നെ കൊല്ലാൻ നോക്കിയെന്നും കാരണത്താൽ അമ്മ ജയിലിൽ പോയി കിടക്കാൻ പാടില്ല. അതിനൊരിക്കലും അച്ഛൻ ക്ഷമിക്കില്ല. സാരമില്ല, അമ്മ ഒരിക്കൽ സത്യങ്ങൾ തിരിച്ചറിയാലോ. അപ്പം അമ്മ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്, അത് മതി ഇതിനുള്ള ശിക്ഷയായിട്ട് എന്ന് പറയാണ്. ഈ സമയം ബാലിനകത്തേക്ക് കയറി വന്നിട്ട്, എന്താ മോളെ, എന്താ സംഭവിച്ചത്, പോലീസ് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാണ്. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റി പോയതാ, ഞാൻ അറിയാതെ അതിൽ വീണു പോയതാ എന്നൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രന് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. നീ ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം, ഇല്ലച്ചാ, ഒരിക്കലും ഇല്ല, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട്, ശരി ശരി മതി, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കേ, കുട്ടിക്ക് റെസ്റ്റ് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം പുറത്തേക്ക് ഇറക്കുകയാണേ. അങ്ങനെ പോലീസുകാരോട് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനു പോയി രോഹിയോടും ബബിയോടും കൃഷ്ണയോടും പറയുന്നുണ്ട്. അവരെന്നിട്ട് ആകെപ്പാടെ കലിപൂണ്ട് നിൽക്കുകയാണേ. മനു ബാലനോട് പറയാണ്, ഇവിടെ ഇപ്പം അങ്കിളും ശിവനങ്കിളും ഉണ്ടല്ലോ, ഞാൻ കുട്ടികളെ കൊണ്ടുപോയി വീട്ടിലാക്കിയിട്ട് വരാം, എന്നിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രോഹിയെയും ബബിയെയും കൃഷ്ണമോളെയും കൊണ്ട് മനു നേരെ വീട്ടിലേക്ക് പോവാണേ. പകരം സുലോചനയെ കൊണ്ടുവന്ന് അലിനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിർത്തുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് ചെന്നപാട് മനുവും രോഹിയും ബബിയും കൃഷ്ണയും കൂടെ ഒരു വരവ് അങ്ങോട്ട് വരാം കേട്ടോ. നമ്മുടെ വൈജയുടെ മുറിയിലേക്കാണ് പോണത്. കതക് വലിച്ചു തുറന്ന് 4 പേരും കൂടി അകത്തേക്ക് കയറാണ്. വൈജി അപ്പോൾ അവിടെ കട്ടിലിരിക്കായിരിക്കും. വൈജി ചാടി എഴുന്നേക്കുന്നുണ്ട്. ആൻറ്റി എന്താ വിചാരിച്ചത്, ഞങ്ങൾ ആരൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണൻ ചോദിക്കുകയാണ്, അമ്മ ഒരു അമ്മയാന്ന് പറയാൻ പോലും ഞങ്ങൾക്കൊക്കെ നാണാവുക, ഞങ്ങൾക്കൊക്കെ പേടി തോന്നുക. നാളെ അമ്മയുടെ സുഖത്തിന് വേണ്ടി അമ്മ ഞങ്ങളെ കൊല്ലില്ലെന്ന് ആര് കണ്ടു എന്ന് പറയുമ്പം കൃഷ്ണയെ എന്ന് വിളിക്കാണ്. മിണ്ടി പോകരുത്, നിങ്ങളെ തള്ളാന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ നാണക്കേടാ. നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ? നിങ്ങളും മക്കളെ പ്രസവിച്ചവരല്ലേ? നിങ്ങൾക്ക് എങ്ങനെയുള്ള കൊല്ലാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പം അവളുടെ ജീവൻ നശിപ്പിച്ചവളാ, അവള് ചാവണം, ചത്താൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. പോലീസുകാർ വരുന്നുണ്ട്, അമ്മ റെഡി ആയിക്കോ ജയിലിലേക്ക് പോകാൻ എന്ന് പറയുമ്പോൾ ഞാൻ പൊക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല, അവളില്ലാതായിട്ട് ഞാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ രോഹി പറയാണ്, അമ്മ അങ്ങനെ സന്തോഷിക്കണ്ട, ചേച്ചി കണ്ണു തുറന്നു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വൈജിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. ബാബി പറയുന്നുണ്ട്, അമ്മ ഒരമ്മയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് നാണക്കേട് തോന്നുക. അമ്മ കുറെ പ്രാവശ്യം പറഞ്ഞല്ലോ ഇവിടുന്ന് പോവാന്ന്, അമ്മ എങ്ങോട്ടെങ്കിലും പോയിക്കോ, അത് തന്നെ നല്ലത്. ഞങ്ങളുടെ കൂടെ അമ്മ നിൽക്കണ്ട, അമ്മ നിന്നാലേ അമ്മയെ കണ്ട് ഞങ്ങളും പഠിക്കും, ഞങ്ങളുടെ ജീവിതം കൊണ്ട് നശിക്കും എന്ന് പറയാണ്. അപ്പോൾ നിന്റെ അച്ഛനാടി നിങ്ങളെയൊക്കെ ജീവൻ നശിപ്പിച്ചത്, അല്ലാതെ ഞാനല്ല, അയാളാ എല്ലാ തെമ്മാടത്തരം കാണിച്ചു കൂട്ടിയത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് മനു പറയുന്നുണ്ട്, ആൻറ്റി വലിയ പതിവർക്കൊന്നും ചമയണ്ട, ആൻറ്റി ആരാണെന്നേ എനിക്കറിയാം, എനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അറിയാം. പണ്ട് ആൻറ്റി ആരായിരുന്നെന്നും എങ്ങനെയായിരുന്നെന്നും എങ്ങനെ ജീവിച്ചവളാണെന്നും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ടൊന്നും വിളിച്ചു കോപിപ്പിക്കരുത്, ആൻറ്റിയെ ഇവിടെ നിന്ന് നാറും എന്ന് പറയുമ്പോൾ വൈജ ഞെട്ടലോടുകൂടി മനുവിനെ നോക്കണ്ട, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, ഒന്നും പറയാതെ ഞാൻ ഇരിക്കുകയാണെന്നും പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ തലേ കയറരുത് പറഞ്ഞേക്കാം. ആൻറ്റിയും അത്രയ്ക്ക് വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, കഴിഞ്ഞ കാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്ക്, ആൻറ്റിയും തോന്നിവാസം കാണിച്ചല്ലോ നടന്നത് എന്ന് ചോദിക്കാണ്. പണ്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞാലേ ഈ മക്കളായിരിക്കും അമ്മയെ ആദ്യം ആട്ടി പുറത്താക്കുക, ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ. കൃഷ്ണ പറയാണ്, അത് മാത്രമല്ല പോലീസുകാർ വന്നിരുന്നു, ചേച്ചിയോട് ചോദിച്ചു, ആ പാവേ അപ്പം എന്താ പറഞ്ഞതെന്നറിയോ, ചേച്ചിക്ക് അറിയാതെ സംഭവിച്ചു പോയതാണെന്ന്, അതുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെട്ടു. ബബി പറയാണ്, എങ്ങോട്ടെങ്കിലും പോയിക്കോ, അത് തന്നെ നല്ലത്, ഇങ്ങനെ ഇവിടെ കിടന്ന് ബാക്കിയുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവർ 3 പേരും അവിടുന്ന് പോവാണ് കേട്ടോ. മനു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം, പിന്നെ നിങ്ങളുടെ അമ്മയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന് പറയുമ്പോൾ ബബി പറയാണ്, ഒരിക്കലും അങ്ങനൊരു പേടി മനുവേട്ടന് വേണ്ട,
മറ്റുള്ളവരെ കൊല്ലാനല്ലാതെ സ്വയം നശിക്കാനെന്നും അമ്മ ഒരിക്കലും തീരുമാനിക്കില്ല. അമ്മയ്ക്ക് അമ്മ വലുതാ. വൈജി എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് നടക്കല്ലേ. അങ്ങനെയുള്ള അമ്മ ഒരിക്കലും ഒരു കടുങ്ങയും ചെയ്യാൻ പോകുന്നില്ല മനുവേട്ടാ. അങ്ങനൊന്നും ഓർത്ത് പേടിക്കുകയേ വേണ്ട എന്ന് പറയുമ്പം ശരി, നിങ്ങൾ പോയി കിടന്നോ. അലിനിക്കിപ്പോൾ ഓക്കെ വരുവാണല്ലോ. ഞാൻ അവിടെ തന്നെ കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് മനു ഇവിടുന്ന് പോകുന്നുണ്ട്. രോഹിയും ബബിയും കൃഷ്ണമോളോട് സംസാരിക്കുകയാണ്. അല്ല, എന്തായിരിക്കും മനുവേട്ടൻ അങ്ങനെ പറഞ്ഞത്? അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ അമ്മയെ വെറുക്കൂന്നൊക്കെ പറഞ്ഞല്ലോ. കൃഷ്ണ പറയാണ്, അതെന്തെങ്കിലും വാശിപ്പുറത്ത് പറഞ്ഞായിരിക്കും. അല്ല, അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അമ്മ സൈലന്റ് ആയത് കണ്ടോ? അമ്മ പിന്നെ ഒരു അക്ഷരം പോലും മനുവേട്ടനോട് പറഞ്ഞിട്ടില്ല. അത്രയും നേരം അമ്മ തുള്ളിച്ചാടുമല്ലായിരുന്നോ? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നമ്മളിപ്പോൾ സമയം കളയണ്ട. നമുക്ക് നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതല്ലേ. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കേണ്ടതല്ലേ. അതുകൊണ്ട് നമുക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. നമുക്കിപ്പോൾ പോയി കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ ആ ഡിസ്കഷനോട് വെച്ച് ക്ലോസ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് 3 പേരും കൂടി പോയി കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. വൈജ മനു പറഞ്ഞത് ഓർത്തോർത്ത് ആ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഒരു പ്രേതത്തിനെ പോലെ ആ മുറിക്കകത്തിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. ഇതേ സമയം മനു തിരികെ വന്നിട്ട് ശിവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലിന് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവർ ഈ അടക്കം പറിച്ചിലും അത് അലിനെ ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. അതൊന്നും ബാലിന് വിശ്വാസമായിട്ടില്ല. അയാൾക്ക് തൻ്റെ ഭാര്യനെ നല്ല സംശയമുണ്ട് കേട്ടോ. അങ്ങനെ സംശയിച്ച് അദ്ദേഹം ആ ഒരു സ്ഥലത്തിന് ഇരിക്കുകയാണ്. അലിന എന്തായാലും റിക്കവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അലിന ഓക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റോറി നമ്മൾ യാസി ക്രിയേഷൻസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.